നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മളെ കുട്ടികളെ പറ്റി നമുക്ക് നിരന്തരം പരാതിയാണ്, സ്വന്തം കുട്ടികളെ പറ്റിയിട്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മളെ കുട്ടികളോട് റെസ്പോൺസ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അവർ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എന്താണ് എന്ന് അനലൈസ് ചെയ്യാതെ ആ കാര്യങ്ങൾ സമൂഹം നമ്മളെ പഠിപ്പിച്ച രീതിയിലുള്ള ശരിയോ തെറ്റോ, ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നോക്കണം, അതായത് സമൂഹം പഠിപ്പിച്ച രീതിയിലുള്ള ശരിയോ തെറ്റോ എന്ന് ഓൾറെഡി നമ്മൾ ജഡ്ജ് ചെയ്തിട്ടാണ് നമ്മളിത് കേൾക്കുന്നത് പോലും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും എന്താണ്, അവരെ മോശക്കാരായിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമുക്ക് ശരിയല്ല എന്ന് തോന്നും. കാരണം എന്താ, ഓൾറെഡി ഈ ശരികേട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് അവരെന്താണ് ചോദിക്കുന്നത്, ആ ചോദിക്കുന്നത് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം അതിന് റെസ്പോണ്ട് ചെയ്താൽ മതി. അല്ലാതെ അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ആവശ്യമില്ലാത്തതിന് റെസ്പോണ്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ ആവശ്യത്തിന് അവരെ മയക്കാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു സൈക്കിളോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോ മേടിച്ചു കൊടുത്തിട്ട് സ്വന്തമായിട്ട് ചതിക്കുന്നതിന് പകരം അവരെ കൂടെ ഇരിക്കാൻ നോക്കുക. ഒരു തീരുമാനവും ഇല്ലാതെ അവിടെ കൂടെ ഇരിക്കാൻ നോക്കുമ്പം നമ്മളിലുള്ള ലഗേജ്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ മുഴുവൻ മേക്കപ്പ് ഇട്ട് നടക്കുന്ന, ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അവരോട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പം നമ്മുടെ ശരീരം വളരെ ഫ്രീ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ല. അപ്പം നമ്മുടെ കൂടെയുള്ളവരെ ആ ലഗേജ് ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സത്യസന്ധമായിട്ടിരിക്കണം, ആ റോ സ്റ്റേറ്റിൽ ഇൻട്രാക്ട് ചെയ്യണം. അവിടെ സ്നേഹം എന്ന് പറയുന്ന അവസ്ഥയിൽ ഇരുന്ന് മാത്രമേ അതിൻ്റെ പോസിബിലിറ്റി ഉള്ളൂ. അപ്പം ശ്രദ്ധിച്ച്, അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കുട്ടികളിലും ഉള്ള ആ സൗന്ദര്യം. മറ്റേത് അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക ഫുൾ ടൈം. മനസ്സിലായോ?